മല്ലികാർജുന്റെ കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിന്റെ പ്രതികരണം വരുന്നുണ്ട്. ഇന്ത്യ മുന്നണി ശക്തമാണെന്നാണ് ജയറാം രമേശ് പറയുന്നത്. മുന്നോട്ടുള്ള യാത്രയിൽ സ്പീഡ് ബ്രേക്കറുകൾ പതിവാണ്. മുന്നണിയുടെ ആദ്യ യോഗം വിളിച്ച നിതീഷ് കുമാർ ബിജെപിക്കെതിരായ പോരാട്ടത്തിൽ ഒന്നിച്ചുണ്ടാകുമെന്ന് കരുതിയിരുന്നു. അങ്ങനെ അല്ല എങ്കിലും പോരാട്ടം തുടരുമെന്നാണ് ജയറാം രമേശ് പറയുന്നത്. बंधन पश्चिम बंगाल में और मजबूत हो, नीतीश जी का बड़ा योगदान रहा, तो हम मानकर चल रहे थे कि वो बीजेपी के खिलाफ लड़ेंगे, बीजेपी की विचारधारा को हराने में कोई कदम नहीं छोड़ेंगे. अभी अगले 2-3 दिन में क्या होगा मैं क्या कह सकता हूँ. എന്ത് ചെയ്യാൻ കഴിയുമെന്ന് പറഞ്ഞാണ് ജയറാം രമേശ് അവസാനിപ്പിക്കുന്നത്. ഇനി ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ച് ഇപ്പോൾ വീണ്ടും ഒരു ഊർജം തിരിച്ചു പിടിക്കാൻ വേണ്ടി ഒരു ഭാഗത്ത് രാഹുൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് ഇങ്ങനെ ആളുകൾ കൊഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നത്. അനൂപ്, അല്ല, കോൺഗ്രസ് കണക്ക് കൂട്ടുന്ന മറ്റൊരു കാര്യമുണ്ട്. ഒരുപക്ഷെ വലിയ കഷ്ടപ്പാടുകളെല്ലാം സഹിച്ച് എല്ലാ സംസ്ഥാനങ്ങളിലും സഖ്യമുണ്ടാക്കി ഇടപെടൽ നടത്തി കഷ്ടപ്പെട്ട് സീറ്റുകൾ നേടി ഒരുപക്ഷെ ഇന്ത്യ സഖ്യം ഭൂരിപക്ഷത്തിൽ എത്തിയ ശേഷമാണ് നിതീഷ് ഇങ്ങനെ പോകുന്നതെങ്കിൽ എന്ന ചിന്ത കൂടി കോൺഗ്രസിനുണ്ട്. മാത്രവുമല്ല, പ്രതീക്ഷിച്ച കാര്യമാണ് നടന്നിരിക്കുന്നത് എന്ന് മല്ലികാർജുൻ ഖാർഗെ പറഞ്ഞിരിക്കുന്നു. പോയിക്കൊണ്ടിരിക്കുന്നവർ പോകുകയും വരികയും ചെയ്യുന്ന ആളുകൾ കുറേ പേർ ഇന്ത്യൻ രാഷ്ട്രീയത്തിലുണ്ട്. അങ്ങനെയുള്ളവർ പോയി എന്നാണ് മല്ലികാർജുൻ ഖാർഗെ പറഞ്ഞത്. ഇതെന്തായാലും ഇന്ത്യ സഖ്യത്തെ സംബന്ധിച്ച് ഉറപ്പായും എത്ര മൂടി വെച്ച് കഴിഞ്ഞാലും വലിയ രാഷ്ട്രീയ തിരിച്ചടിയാണ് ഏറ്റിരിക്കുന്നത്. രാഹുൽ ഗാന്ധിയുടെ യാത്ര ഈ മാസം അവസാനം 30-ാം തീയതിയാണ് ബീഹാറിൽ പ്രവേശിക്കും എന്നറിയിച്ചിരുന്നത്. അപ്പോഴത്തേക്ക് ബീഹാറിലെ സഖ്യം തകർന്ന് ബീഹാറിലെ സാധ്യതകൾ ഇല്ലാതായി പോകുന്നു എന്നതാണ് ഒരു പ്രധാനപ്പെട്ട വിഷയം. ബീഹാറിൽ കോൺഗ്രസ് ദുർബലരാണ്. കഴിഞ്ഞ തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കുറേയേറെ സീറ്റുകൾ RJD വാശി പിടിച്ച് വാങ്ങി മഹാഭൂരിപക്ഷം സീറ്റിലും തോറ്റ് സഖ്യത്തിൻ്റെ തന്നെ അധികാരത്തിലേക്കുള്ള വരവിനെ തഴയിട്ടത് കോൺഗ്രസ് ആണ് എന്ന പഴിയൊക്കെ കേൾക്കേണ്ടി വന്നിട്ടുണ്ട് കോൺഗ്രസ്. അപ്പോൾ വീണ്ടും തുടർച്ചയായ തിരിച്ചടികൾ ഏൽക്കുന്നു. മാത്രവുമല്ല, ഈ തിരിച്ചടികൾക്കിടയിൽ രാഹുൽ ഗാന്ധി തന്നെ പഴിക്കപ്പെടുന്നു എന്നൊരു പ്രശ്നം കൂടി നിലവിലുണ്ട്. അതിന് കാരണം ജനുവരി മാസം 13-ാം തീയതി ഓൺലൈനായി ചേർന്ന ഇന്ത്യ സഖ്യത്തിൻ്റെ യോഗം. ആ യോഗമാണ് ഇപ്പോഴത്തെ രാഷ്ട്രീയ സംഭവ വികാസങ്ങൾക്കെല്ലാം തുടക്കമെന്ന് നമുക്ക് വിലയിരുത്താൻ കഴിയുക. ആ യോഗത്തിൽ CPM-ന്റെ ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി പറയുന്നു, നമ്മുടെ സഖ്യത്തിൻ്റെ കൺവീനറായി നിതീഷ് കുമാറിനെ നിയമിച്ചാലോ എന്ന ഒരു നിർദ്ദേശം മുന്നോട്ട് വെക്കുന്നു. മറ്റു പല പാർട്ടികളും തേജസ്വി യാദവ് ഉൾപ്പെടെ ആ നിർദ്ദേശത്തെ പിന്തുണയ്ക്കുന്നു. പക്ഷേ രാഹുൽ ഗാന്ധി പറയുകയാണ്, മമതാ ബാനർജി ഇന്നത്തെ യോഗത്തിലില്ല, മമതയുടെ കൂടി അഭിപ്രായം ആരാഞ്ഞ ശേഷം നമുക്ക് ഈ കാര്യത്തിൽ തീരുമാനമെടുക്കാമെന്ന് രാഹുൽ പറയുന്നു. ഇത് കേട്ട് ദേഷ്യം പിടിച്ച നിതീഷ് കുമാർ പറയുന്നു, ഞാൻ കൺവീനർ ആവാനില്ല, ലാലു പ്രസാദ് യാദവ് എന്നേക്കാൾ സീനിയർ ആണ്. ഇപ്പോൾ ഈ രാജിവെച്ച ശേഷമുള്ള നിതീഷ് കുമാറിന്റെ പ്രസ്താവന അല്ലെങ്കിൽ മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോഴും കേട്ടത്, എല്ലാ പണിയും ഞങ്ങൾ ചെയ്തു, കോൺഗ്രസ് ഒന്നും ചെയ്യുന്നില്ല, പിന്നെ എന്തിനാണ് ഒരു സഖ്യം എന്ന് ചോദിച്ചുകൊണ്ടാണ് നിതീഷ് എന്തായാലും ഇറങ്ങിപ്പോകുന്നത്. എന്തായാലും ഇന്ന് 4 മണിക്ക് തന്നെ സത്യപ്രതിജ്ഞ ഉണ്ടാകും. പുതിയ സർക്കാരിന്റെ സത്യപ്രതിജ്ഞ ഇന്ന് വൈകിട്ട് 4 മണിക്കായിരിക്കും.